ലെസ്ലി, ഞാൻ ലവ്ലി. സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ല റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ചെറുപയർ കൊണ്ടുള്ള നല്ലൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചെറുപയറൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറുപയർ കൊണ്ട് നമ്മൾ തോരൻ കറി, ചാറ് കറി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചെറുപയർ വേവിച്ച് അതിനകത്ത് കുറച്ച് അല്പം ബെല്ലവും തേങ്ങയൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാകും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് കപ്പയും ചെറുപയറും ചേർത്തുകൊണ്ട് നല്ലൊരു കറിയാണ്. ഇപ്പോൾ മലബാർ ഏരിയയിലൊക്കെ ഇത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഞങ്ങളിവിടെ ഇതിനെ പൂളക്കറിയെന്നും കപ്പക്കറിയെന്നൊക്കെ പറയും. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചെറുപയറാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ കുറച്ച് കപ്പ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടി അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം മതി. ഇനി നമുക്കിത് രണ്ടും കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾ വെവ്വേറെയാണ് വേവിച്ചെടുക്കുന്നത്. ചെറുപയറൊന്ന് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ 300 ഗ്രാം ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ രാവിലെയൊക്കെ വേവിക്കേണ്ടവർക്കാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലും നന്നായിട്ട് കുതിർത്ത് കിട്ടും. അങ്ങനെ നന്നായിട്ട് കഴുകി വാരി എടുത്തതാണ്. നമുക്കത് ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുപയറിൻ്റെ കൂട്ടത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഈ ചെറുപയർ മൂടാനൊരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് നമ്മൾ ചെറുപയർ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് 4 വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് ചെറുപയർ വേവിച്ചെടുക്കാം. 4 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കപ്പയും വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് മാറ്റി വെച്ച ശേഷം കുക്കറിൽ തന്നെ നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം. ചെറുപയർ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചു. അതുപോലെ തന്നെ നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 4 വിസിലടിച്ചാൽ മതി. അതിനുശേഷം പെട്ടെന്ന് തന്നെ എയർ കളഞ്ഞ ശേഷം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ മൂടക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പയിൽ അല്പം ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എളുപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കപ്പയും കുക്കറിലാക്കി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് 4 വിസിലടിക്കുന്നവരെ നമുക്ക് ഈ കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എയർ പോകാൻ വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. അന്നേരം തന്നെ നമുക്ക് എയർ കളഞ്ഞ ശേഷം വെള്ളത്തിൽ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ആദ്യം ഒന്ന് ചെറുപയർ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയും ഇട്ട് കൊടുക്കാം. കപ്പയും ചെറുപയറും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കപ്പ ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി രണ്ടും കൂടെ കൂടി ഒഴിക്കുമ്പോഴത്തേക്കും കുറുകി വരിക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചെറു തീയിലൊക്കെ ഇട്ട് 2 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞങ്ങളൊരിക്കൽ കോഴിക്കോടൊക്കെ പോയി പൊറോട്ടയും പുളക്കറിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളിങ്ങനെ മീനിൻ്റെ ചാറും കൂടെ കൂട്ടി ഒഴിച്ച് കഴിക്കുന്നു. അപ്പം ഞങ്ങളടുത്ത് കളിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്നാന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഈ മീനിൻ്റെ ചാറും ഈ പുളക്കറിയിലേക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും കുറച്ച് മേടിച്ച് കഴിച്ച് നോക്കി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കുറേ പേരൊക്കെ ഇതേ രീതിയിലൊക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ടൊന്ന് താളിച്ച് നോക്കാം. താളിക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കപ്പക്കറിയിലെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ആദ്യം തന്നെ പാൻ നന്നായിട്ട് ചൂടാകണം. അതിനുശേഷം എണ്ണയും നന്നായിട്ട് ചൂടായ ശേഷമേ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാലേ ആ കടുക് താളിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2-3 ചുള ചെറിയുള്ളി അരിഞ്ഞു വെച്ചുകൊണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകരുത്. നമ്മുടെ ആ ടേസ്റ്റ് പോകും തേങ്ങാക്കൊത്തിൻ്റെ.
ചുവന്നുള്ളിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 6 വറ്റൽമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ വറ്റൽമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. ഒരു 6 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ വറ്റൽമുളകിൻ്റെ എരിവും കൂടി ആകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ടേസ്റ്റായിട്ട് 2 കറിവേപ്പിലയോടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇരിക്കും തോറും കറി കുറുകി വരും. അപ്പോൾ നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. നമ്മുടെ പാകത്തിനാക്കി എടുത്താൽ മതി. ഇരിക്കും തോറും കുറുകിയാണ് ഈ കറി വരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിലാക്കി നമുക്ക് എടുത്താൽ മതി. കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആ കപ്പയൊന്നും അധികം വെന്ത് പോലെ ഇതുപോലെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ വറുത്തിട്ട് കഴിയുമ്പോൾ ഈ കപ്പയും ഈ പയറും തേങ്ങാക്കൊത്തും കൂടെ കടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മലബാർ ഏരിയയിലൊക്കെയാണ് ഹോട്ടലുകളിൽ ചായയുടെ കൂട്ടത്തിൽ ആളുകൾ ഇതും കൂടെ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പത്തിരിയോ പൊറോട്ടയോ ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.